ಹಾಯ್ ಫ್ರೆಂಡ್ಸ್, ನಮಸ್ಕಾರ. ನಾನಿವತ್ತು ಇವರಲ್ಲಿಗೆ ಉದ್ದಿಸಲಿಕ್ಕೆ ಬಂದದ್ದು. ಕಳೆದೊಂದು ಸರ್ತಿ ಇವರೊಂದಿಗೆ ನಾನು ಸಂದರ್ಶನ ಮಾಡಿದ್ದು ಹಾಗೂ ಇವರು ಉದ್ದಿಸಿದಂತಹ ವಿಡಿಯೋ ಮಾಡಿದ್ದೆ. ಈ ಆಷಾಢ ತಿಂಗಳಲ್ಲಿ ಉಜ್ಜಿಸುವ ಒಂದು ಕ್ರಮ ಇದೆ. ಅದು ಏನು, ಆಷಾಢ ತಿಂಗಳಲ್ಲಿ ಉಜ್ಜಿಸ್ತಿದ್ರೆ ಅದು ಯಾತಕ್ಕೋಸ್ಕರ, ಅದರ ಮಹತ್ವ ಏನು ಮತ್ತು ಆ ಉದ್ದುದರಿಂದ ಆಗುವಂತಹ ಬೆನಿಫಿಟ್ಸ್ ಏನು ಎಂಬ ಇತ್ಯಾದಿ ವಿಚಾರಗಳ ಬಗ್ಗೆ ಇವರ ಹತ್ರವೇ ವೀಕ್ಷಕರಿಗೆ ತಿಳಿಸುವ ಸಲುವಾಗಿ ನಾನು ಈ ವಿಡಿಯೋ ಮಾಡಿರುವಂಥದ್ದು. ನಮಸ್ಕಾರ ವೈದ್ಯ. നമസ്കാരം. അപ്പൊ ഈ കർക്കടക മാസത്തില്, അതായത് കന്നഡത്തില് ആഷാഢ മാസം എന്ന് പറയും. അപ്പൊ ഈ ആഷാഢ മാസത്തില് ഈ നമ്മള് തടന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. കുറെ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട്, കർക്കടകത്തില് തടവിലാണ്, കൊല്ലം തോറും ഈ ഇത് എന്ത് ആട്ടി മാസത്തിലാണ് തടന്ന്. ഈ ആട്ടി മാസത്തില്, അതായത് കർക്കടകത്തില് തടയുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് നിങ്ങളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞെങ്കിൽ നല്ലതായി. ഒന്ന് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തടവി ശരീരത്തിൽ ഒന്ന് ഇതാക്കി വയറൊന്ന് ക്ലീൻ ആക്കി. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഈ നമ്മുടെ വയറൊന്ന് ശോധനം വരുത്തണം. മരുന്ന് കഴിച്ചിട്ട് ശോധനം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രക്തം ആയി, അത് വടക്കിലെല്ലാം വയറ്റിൽ പോയി പിന്നെ എല്ലാം ക്ലിയർ. അപ്പോൾ ഈ രക്തസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള ത്രിദോഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല. രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കും. അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ തിരുമ്മൽ. അത് എത്ര ദിവസം തടവണം? അത് പിന്നെ ഈ 7 ദിവസം, 7 മുതൽ 14 ദിവസം വരെ തടവാം. അത് നമ്മളെ ഓരോരാളെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ട് 7, 8, 10, 14 എന്ന് പറയുന്നത് അല്ല, അത് മൊത്തത്തിൽ അങ്ങനെ 14 ദിവസം കൊടുക്കാം തിരുമ്മല്. അതിപ്പോൾ നിങ്ങൾക്ക് 14 ദിവസം തിരുമണം എന്നുണ്ടോ, അപ്പോൾ പിന്നെ 14 ദിവസം തിരുമ്മി കൊടുക്കും. അപ്പോൾ അതിന് ഇപ്പോഴത്തെ കാലത്ത് സാധിക്കില്ല സ്വാമി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. തിരക്കാകുമ്പോൾ അപ്പോൾ അതിൻ്റെ കഷായം ഇത് അതിൻ്റെ വഴി പോലെ ഒരു ക്രമീകരണ ആഹാരമുണ്ട്. അത് കഴിക്കണം, മരുന്ന് കഴിക്കണം. ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂൾ ലൈഫിൽ ആർക്കും പറ്റുന്നില്ല. കുറേ ദിവസം 7 ദിവസമെങ്കിലും മിനിമം. അതെ, അതുകൊണ്ട് 7 ദിവസം കൊടുക്കും തിരുമ്മിട്ട്. പിന്നെ അഥവാ കൂടുതൽ ആ താല്പര്യമുണ്ട്, നേരെ നിൽക്കാൻ പറ്റുമോ പുറമേയിലെ ഭക്ഷണം. അതായത് ഇനി ആദ്യം തുടങ്ങുന്ന ദിവസം നിങ്ങൾ ഈ നമ്മളെ വയറെല്ലാം ക്ലീൻ ആക്കാൻ ആദ്യം മരുന്ന് കൊടുത്തിട്ടാണ് ഈ തടവല് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, അത് ചില രോഗത്തിന് അങ്ങനെ വേണ്ടു. പിന്നെ ഈ സാധാരണ ഇങ്ങനെ തിരുമ്പുന്നാക്ക അവസാനം വയറ് ശോധനം എത്തിച്ചാൽ മതി മരുന്ന് കഴിച്ചിട്ട്. ബാലസുദ്ധ അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള മരുന്നുണ്ടാവും. ബാലസുദ്ധ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ക്ലീൻ ആവും. ഈ തടയാൻ തുടങ്ങിയ ശേഷം 7 ദിവസം ആയെങ്കിലും 14 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് തടയണം. ഞാൻ ഉദ്ദേശിച്ചത് കർക്കടക തടവല് 2 ദിവസത്തേക്ക് ഒരിക്കൽ 2 ദിവസത്തേക്ക് ഒരിക്കൽ അങ്ങനെ 14 ദിവസം. അത് തുടർച്ചയായിട്ട് വേണം. തുടർച്ചയായിട്ട് ഈ തിരുമല് തുടർച്ചയായി, ഈ കർക്കടക തിരുമല് ഇങ്ങനെ തുടർച്ചയായിട്ട്. അത് നമ്മളെ ബോഡി ഫുള്ള്, തല മുതൽ അത് മൊത്തം പാദം വരെ ഫുള്ള്, അത് മൊത്തം. അത് ഈ ചവിട്ടി തടവലും കൂടി അതിൽ പെടുന്നതാണോ? അല്ല, ചവിട്ടി തടവുന്ന അങ്ങനെയല്ല. അത് ആഗ്രഹം ഇഷ്ടമില്ല ആൾക്കാർക്ക് തിരുമ്മി കൊടുക്കും. ഞമ്മ കൊറേ ആയുർവേദ ശാലയിലെല്ലാം തടവല് സീനെല്ലാം കണ്ടിരുന്നു, വേറെ വേറെ വീഡിയോസ് എല്ലാം. അപ്പൊ അതിലൊക്കെ തുണിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്കാരെ കിടത്തിട്ട് കാലിൽ ഇങ്ങനെ ചവിട്ടി തടവലുണ്ട്. ചവിട്ടി തടവാം. പക്ഷേ അത് ആൾക്കാർ ഈ പറഞ്ഞ മാതിരി സമയം നേരെ നിൽക്കണം. നിന്നില്ലെങ്കിൽ അത് ശരീരത്തിൽ ദോഷമാണ്. ഈ തടയുന്ന സന്ദർഭത്തിൽ ഈ ഇത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം തീരുന്നവരെ പത്യം ഉണ്ടോ? പത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? എണ്ണ, പശ, നോൺ വെജ് അതൊക്കെയാണോ കഴിക്കാത്തത്? നോൺ വെജ്, എണ്ണയിൽ പിന്നെ ചില പച്ചക്കറികളില്ല, ധാന്യങ്ങൾ പാടില്ല. അങ്ങനത്തെ ആഹാരമെല്ലാം ഉണ്ട്. എണ്ണ കലർന്നത്, പുളിവ്, എരിവ് അങ്ങനത്തെ ഒന്നും ആകില്ല. അതായത് ഗഡ്ഡഗണസ് പോലത്തെ ധാന്യങ്ങൾ പാടില്ല. ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട് അതൊന്നും പാടില്ല. സാധാരണ വെള്ളരിക്ക, കക്കരിക്ക, അല്ലെങ്കിൽ പടവലം, കോവയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക ഇത്യാദി അങ്ങനെ ഗ്യാസ് ഇല്ലാത്തത് അങ്ങനത്തെ ഫുഡ് അങ്ങനെ പറ്റും. പിന്നെ ധാന്യങ്ങളും പാടില്ല. നമ്മൾ ചെറുപയർ പറ്റും. ഇത് പറ്റും തന്നെ ചെറുപയർ. ധാന്യങ്ങളിൽ ചിലത് പറ്റും. ചെറുപയർ പിന്നെ അതുമാതിരി പാവയ്ക്കയും കയ്പക്കയും പിന്നെ നമ്മളെ ഇതുണ്ട് വഴുതനല്ലേ, അത് തീരെ പാടില്ല. അത് ഏത് ചികിത്സക്കും അങ്ങനെ. അതായത് നമ്മളെ ബോഡി ഒന്ന് റീഫ്രഷ് ആക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട് അല്ലെ, നമ്മളെ ബോഡിയിലുള്ള വാത, പിത്ത, കഫ എല്ലാം ഒരു ബാലൻസ് ആക്കാൻ വേണ്ടി. അതെ, പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടിട്ട്. ശരി, ശരീരത്തിന് പ്രതിരോധ ശേഷി കിട്ടാം. ഇതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമ്മളെ രോഗപ്രതിരോധ ശക്തി അധികമാണ്. വേറെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്?
പിന്നെ ഈ ഇത് കഴിഞ്ഞാൽ തന്നെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുന്ന പറഞ്ഞാൽ നമ്മളെ ഈ ചില ത്വക്ക് രോഗങ്ങളുണ്ടാവും. ത്വക്ക് രോഗം സംബന്ധമായ രോഗം മാറിക്കിട്ടും. പിന്നെ ചില ആൾക്കാർക്ക് എന്താ പറയുക ഈ സന്താനത്തിന്റെ ഇല്ലേ, കുറെ ആൾക്കാർക്ക് സന്താനത്തിന്റെ കുറവുണ്ടാവും. അപ്പൊ അതിന് വേണ്ടേ ഈ പിന്നെ ബാല്യം കൗമാര യൗവനാവസ്ഥയിലേക്കെല്ലാം എത്തിക്കാം നമുക്ക്. അതിന് വേണ്ട തൈരും പറയുന്നുണ്ട്. യൗവനാവസ്ഥയിൽ വീണ്ടെടുക്കുമ്പോ പിന്നെ ഓക്കെ. ഈ തടം കൊണ്ട് അതിന്റെ എല്ലാ ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ കർക്കടക തടവിലും അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഇതന്നെ ഈ കൊല്ലം കൂടി നിങ്ങൾക്ക് ഈ രീതിയിൽ കർക്കടക തടവിന് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. വരുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് ഇപ്പോൾ കണ്ണിന് കാഴ്ച ശക്തി കിട്ടാത്ത ഇത് ചില ആളെ തടവുമ്പോൾ ചില ആൾക്കാർ എൻ്റെ കണ്ണിന് കാഴ്ച ശക്തി കുറവുണ്ടായിരുന്നു, ഇപ്പൊ അത് ക്ലീൻ ആയി എന്ന് പറയും. അപ്പൊ അതൊന്നും എന്തുകൊണ്ട് രക്തത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത്. ആ രക്തം ക്ലീൻ ആയിട്ട് പോകുമ്പോൾ അയാൾക്ക് അത്തരം പ്രശ്നം എനിക്ക് കണ്ണ് ഗ്ലാസോ അല്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്തൊക്കെ പോകണം. എല്ലാത്തിന്റെ പ്രശ്നം ഈ ബ്ലഡ് സർക്കുലേഷൻ ഈ ഹാർട്ട് ബ്ലോക്കും കൂടെ വരുന്നതിന് അതെ ആ കട്ട പിടിച്ചിട്ട് അത് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമായിട്ട് തിരുമ്മി കഴിഞ്ഞിട്ട് വയറിളക്കി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നം വരില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് കൊല്ലം തോറും ഈ കർക്കടക മാസത്തിൽ ഒന്ന് ശരിക്കും തടയിക്കുന്നത് നല്ലതാണ്. അതെ 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 അതെ. അതുകൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. മറ്റുള്ള രോഗങ്ങൾ ശോധന നടത്തണം, വയറിളക്കി വിടേണ്ടി. അതെ, മനസ്സിലായി. മറ്റുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് ആ രോഗങ്ങൾ ശമനാവും എന്നാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് നമ്മുടെ വയറിൽ ഇതെല്ലാം കിട്ടി. അപ്പൊ ഈ കർക്കടക തടവില് ഓൾറെഡി ഇപ്പൊ ഷുഗർ ബി.പി അങ്ങനത്തെ ഉള്ള പേഷ്യന്റിനെയും കൂടി അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നം ഹാർട്ട് രോഗികളും കൂടെ തടവാം. ഹാർട്ട് പേഷ്യന്റ് ഉണ്ടല്ലോ ഇവരും കൂടെ. പക്ഷെ അവര് തടയുന്ന മെത്തേഡ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിൽ ചേർക്കുന്ന തൈലം വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുണ്ട്. ഷുഗർ രോഗികൾക്കൊക്കെ എല്ലാവർക്കും ഒരേപോലത്തെ തൈലം അല്ല. ദൈനംദിന കോയമ്പൊന്നും ഷുഗർ രോഗികൾക്ക് തട്ടാൻ പാടില്ല. ശരി ശരി. അങ്ങനെയുണ്ട്. അതിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. അങ്ങനെയുണ്ട്. ശരി, അങ്ങനെ. ഓക്കെ. അപ്പൊ നിങ്ങള് ഈ കർക്കടക തടവിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ ചാനലിന്റെ പ്രേക്ഷകർക്കും കൂടി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാ രീതിയിലത്തെ നിങ്ങൾ ഈ കർക്കടക തടവിനെ കുറിച്ചിട്ട് വിലയേറിയ നിങ്ങളെ അഭിപ്രായങ്ങളും ആ ഒരു ഇൻഫർമേഷനും നൽകിയ നിങ്ങൾക്ക് വളരെയധികം ധന്യവാദം അർപ്പിക്കുന്നു. നമസ്കാരം, നന്ദി.